ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപഴം കൊണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നറായിട്ടുള്ള സഫീന നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾ അഡ്രസ്സ് അയച്ചു തരാത്തതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് അയച്ചു തന്നവരിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് സഫീന കടക്കാട് എന്നുള്ള ഐഡിക്കാണ് അബായ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സഫീന. ലേഡീസ് പ്ലാൻ ബൈ റംഷി എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഒരു ഗിവ് അവേ വിന്നറാണ് ഞാൻ. എൻ്റെ സമ്മാനമായിട്ടുള്ള അബായയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും വിന്നറായതിലുമൊക്കെ. യൂട്യൂബിലൊരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു വിന്നറാകുന്നത്. അതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു ചാനലിൽ നിന്നായപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ റംഷി താനയോട് ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അബായ ഇതാണ്. മാഷാല്ലാ, അടിപൊളി അബായാണ്. ഈ ഒരു അബായ തന്നിട്ടുള്ളത് ലയാൻ ഇന്നോവേഷൻ അബായസാണ്. അപ്പോൾ അവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ എല്ലാവരും റംഷി താഴെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലയാൻ അബായസിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സഫീന ഗിഫ്റ്റ് കിട്ടിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 7 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ FB പേജിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ പഞ്ചസാരയും പിന്നെ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ ഒരു മുട്ടയുടെ നനവിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ മധുരം പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലാണിത് റെഡിയാക്കുന്നത്. സാധാരണ നമ്മൾ ചെറുപഴം വെച്ചിട്ടൊക്കെ ഒരുപാട് ഓയിൽ വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അപ്പച്ചട്ടിയിലേക്ക് ഇതുപോലെ 2 തവി ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു പഴത്തിൻ്റെ മധുരത്തിൽ ചെറിയൊരു മധുരത്തോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഉൾഭാഗം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലൊരു ഐറ്റം ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്